ഒപ്പമാണ് എന്നുള്ളതായിരുന്നു ഇത്രയും നാളുള്ള ധാരണ. പക്ഷേ സർക്കാരിലെ പലരും, സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പലരും വേട്ടക്കാര് തന്നെയാണ് എന്ന് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് സർക്കാർ ഒന്നും ചെയ്യാത്തത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇനിയൊന്നും മറച്ചു വെക്കാനില്ല. നിങ്ങൾ ചാനൽ ചർച്ചയ്ക്ക് ആള് വിട്ടില്ലെങ്കിലും ഇത് പറഞ്ഞ് ന്യായീകരിച്ചാലും ഒന്നും ഇനി രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഇനിയും വഷളാവാൻ നിൽക്കരുത് എന്നുള്ളതാണ് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. 4.5 വർഷം പൂർത്തിവെച്ച് ഇപ്പൊ പുറത്തു വന്ന് പരാതിക്കാര് സ്വമേധയാ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിന് പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള ആളുകളെ ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സ്പെസിഫിക് ആയിട്ടാണല്ലോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ വ്യക്തമാണ്. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. 4.5 വർഷമായി റിപ്പോർട്ട് വന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യ പ്രതിപക്ഷത്തിനും ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും മുഖ്യ പ്രതിപക്ഷവും ഈ കാര്യത്തിൽ ഒരേ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഈ പീഡന വീരന്മാരോടൊപ്പമാണ്, ഈ വേട്ടക്കാരോടൊപ്പം തന്നെയാണ് ഈ കേരളത്തിലെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും എന്നുള്ള കാര്യത്തിൽ ഇന്ന് ജനങ്ങൾക്കാർക്കും സംശയമില്ല. അതുകൊണ്ട് ഇരകളായിട്ടുള്ള ആളുകൾ പറയുന്ന മൊഴികൾ മുഖവിലക്കെടുത്തുകൊണ്ട് സർക്കാർ കേസെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ മുട്ടാപ്പോക്ക് ന്യായം അത് നടപ്പിലാകാൻ വേണ്ടി പോകുന്നില്ല. ചാനൽ ചർച്ചയ്ക്ക് ആളെ പറഞ്ഞേക്കാതിരിക്കുന്നത് കൊണ്ട് CPM രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വന്നപ്പോ രഞ്ജിത്ത് എന്താ പറഞ്ഞത്? ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ്, ഞാൻ SFIക്കാരനാണ്, എന്നെ പീഡിപ്പിക്കാൻ വരണ്ട. ഞാൻ ചോദിക്കട്ടെ, SFIക്കാർക്കും DYFIക്കാർക്ക് ഇക്കാര്യത്തിൽ എന്തൊക്കെ പ്രിവിലേജ് ഉണ്ടോ കേരളത്തിൽ? ഈ പീഡിപ്പിക്കാൻ എന്തൊക്കെ പ്രിവിലേജ് ഉണ്ടോ? അത്തരം കേസുകളിൽ പെടുന്നവരെ എല്ലാവരെയും തുല്യരായിട്ടല്ലേ കാണേണ്ടത്. SFI ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കണ്ണിൽ കാണുന്നവരെയൊക്കെ പീഡിപ്പിക്കാനുള്ള അധികാരം തന്നിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും? അതുകൊണ്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഈ കേരളീയ സമൂഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള ധാരണ, ആ ധാരണയും CPM മാറ്റിവെക്കണം. തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായിട്ട് തിരിച്ചടി ലഭിച്ച് ഈ കേരളീയ സമൂഹത്തിന്റെ വിശ്വാസം നിങ്ങൾക്കില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും നിങ്ങൾ പാർട്ടിയുടെ പേരിൽ ഭീഷണിപ്പെടുത്തുകയാ ഈ നാട്ടിലെ ജനങ്ങളെ. അത് ഈ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്നുകൂടി നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മേലെ അടിയന്തരമായിട്ടുള്ള നിയമ നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് നടത്തിയിട്ടുള്ള BJPയുടെ ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.